പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ്. വൃശ്ചിക മാസം 30-ാം തീയതി, അതായത് 2024 ഡിസംബർ 15-ാം തീയതി ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക. ഈ ധനുമാസക്കാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക, ബാധിക്കുക, ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ. താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി, ആത്മപ്രഭാവം, ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത്. ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു. മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു. മൗഢ്യം ഗതാസ്തേ വിപലാഹ. ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു. സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു. ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല. മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു, അതിന് ബലം വളരെയധികം കുറയുന്നു. നമുക്ക് മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു മാസക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ തുലാം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ലാഭാധിപനായി 3-ാം ഭാവത്തിലാണ്. 11-ാം ഭാവാധിപനാകുന്നു സൂര്യൻ. 11-ാം ഭാവം എന്നാൽ സർവാഭീഷ്ടാഗമ, എല്ലാ ആഗ്രഹിച്ച കാര്യങ്ങളും നേടുന്ന ഭാവമാകുന്നു. ജ്യേഷ്ഠഭ്രാത, തൻ്റെ ജ്യേഷ്ഠ സഹോദരനാകുന്നു. ജാത നിജാത്മജാഹ, തൻ്റെ മക്കളുടെ മക്കളാകുന്നു. വാമകർണ, തൻ്റെ ഇടത്തെ ചെവിയുമായി ബന്ധപ്പെടുന്ന ഭാഗമാകുന്നു. അർത്ഥലാഭ, ധനലാഭമാകുന്നു. ഇതൊക്കെയാണ് 11-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടുന്നത്. ഇവിടെ 11-ാം ഭാവാധിപത്യമുള്ള സൂര്യൻ നിൽക്കുന്നത് അതിശക്തനായി 3-ാം ഭാവത്തിലാണ്. സൂര്യൻ 3-ാം ഭാവത്തിൽ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ഈ ഒരു മാസക്കാലം തുലാം രാശിക്കാർക്ക്. എന്താണ് 3-ാം ഭാവം? ധൈര്യം, തൻ്റെ ധീരതയാകുന്നു 3-ാം ഭാവം. അതിന് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അങ്ങേയറ്റം നന്മകളെ പ്രദാനം ചെയ്യും. എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനുള്ള ആ ശേമുഷിയും ധൈര്യവും സാഹസികതയും 3-ലെ സൂര്യൻ പ്രദാനം ചെയ്യും. വീര്യത പ്രകടിപ്പിക്കുന്നു, അതും ശരിയാണ്. ദുർബുദ്ധി, അനാവശ്യമായ സദ്ബുദ്ധിയല്ല, ദുർബുദ്ധി പ്രദാനം ചെയ്യുന്നു. അതിനാൽ പലരെയും ഉപദേശിച്ചു കൊടുക്കുവാൻ ഈ സൂര്യന് കഴിയുന്നു. പലർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ തൻ്റെ ആ സൂക്ഷ്മമായ ബുദ്ധിയിലൂടെ നന്മകൾ എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അല്ലെങ്കിൽ തൻ്റെ കൺസൾട്ടൻ്റായി വരുന്ന വ്യക്തിക്ക് എങ്ങനെ ഉപകാരപ്രദമാകുമെന്ന സൂക്ഷ്മബുദ്ധി പ്രദാനം ചെയ്യും 3-ലെ സൂര്യൻ. ഉദാഹരണമായി ടാക്സ് കൊണ്ട് ബുദ്ധിമുട്ടിയ സുഹൃത്ത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഭീമമായ പിഴയിട്ട ഒരു കക്ഷിക്ക്, കമ്പനിക്ക് നല്ലൊരു വക്കീലിന്, തുലാം രാശിക്കാരനായ വക്കീലിന് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിന് സഹായിച്ചിട്ട് അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. കൺസൾട്ടൻസിന് ഏറ്റവും അനുകൂലമായ മാസമാകുന്നു ഈ ധനുമാസക്കാലം. സഹോദരങ്ങൾക്ക് അത്ര ഗുണമുള്ള കാലമല്ല. 3-ാം ഭാവത്തിൽ പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ്. അഗ്രേജാതം രവിർഹന്തി, 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ മൂത്ര സഹോദരനെ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ തങ്ങളുടെ മൂത്ത സഹോദരങ്ങളുടെ പേരിൽ തനിക്ക് മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യാവുന്നതാണ്. അതേ രീതിയിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് 9-ാം ഭാവത്തിലേക്കാണ്. 9-ാം ഭാവം പിതാവാകുന്നു. അതിനാൽ
തൻ്റെ പിതാവിൻ്റെ പേരിലും മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. അച്ഛനും മൂത്ത സഹോദരങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഈ ഒരു മാസക്കാലം ഉണ്ടാവാൻ പാടില്ല. ശാരീരികമായ 3-ാം ഭാവം വളരെയധികം പാദങ്ങൾക്ക് അല്ലെങ്കിൽ കൈകൾക്കുണ്ടാകുന്ന പരിക്കുകൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകടങ്ങൾ കൈകൾക്ക് വരിക, വാഹനാപകടം ഉണ്ടായി കൈകൾക്ക് ഫ്രാക്ചറിൽ വരിക, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടമുണ്ടാവുക, പാദങ്ങൾക്ക് പരിക്ക്, 2 വീലർ ഉപയോഗിക്കുമ്പോൾ സൈലൻസർ കൊണ്ട് പാദങ്ങൾക്ക് പൊള്ളുക, കൈകൾക്ക് പരിക്ക് വരിക, ഇതൊക്കെ ഈ ഒരു വാരം സംഭവിക്കും. പലപ്പോഴും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹായികൾ തനിക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്ന അവസ്ഥ കൂടെ ഇവിടെ ഉണ്ടാകും. കാരണം 3-ാം ഭാവത്തിൽ പാപഗ്രഹമാണ്. സഹോദരങ്ങൾക്ക് രോഗാദി അരിഷ്ടകൾ ഞാൻ പറഞ്ഞു. കഴുത്ത് ശ്രദ്ധിക്കണം. ചെവികൾക്കുണ്ടാകുന്ന ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. ഈ 3-ലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. തൻ്റെ പ്രഭാവം, ശക്തി, ഊർജ്ജസ്വലത അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തനിക്ക് ലാഭകരമാക്കണം. തനിക്ക് പലപ്പോഴും മധ്യസ്ഥത വഹിക്കാനും സമാജത്തിൽ, സമൂഹത്തിൽ വളരെയധികം പ്രശസ്തി ഉണ്ടാക്കുവാനും മറ്റുള്ളവർ തന്നെ അനുസരിക്കുക, തൻ്റെ വാക്കുകൾ ശ്രവിക്കുക, തനിക്ക് പ്രാധാന്യം കൈവരിക എന്നീ ഗുണങ്ങളെല്ലാം തന്നെ ഈ ഒരു മാസക്കാലം തുലാം രാശിക്കാർക്ക് വളരെ അനുഭവപരമായി കാണാവുന്ന മാസമാണ്. പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ശ്രവിക്കുക. നന്ദി, നമസ്കാരം.